ഇന്ന് ദുഃഖവെള്ളിയായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവാണ്. ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞാൻ മാത്രമല്ല എന്റെ വീട്ടിലെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പള്ളിയിലെത്തിയപ്പോൾ തന്നെ അവിടെ പ്രാർത്ഥനയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയുടെ ഉള്ളിൽ കയറി പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ അറ്റൻഡ് ചെയ്തു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര ചൂടും ഭയങ്കര ദാഹവും ഉണ്ടായിരുന്നു. അത് കാരണം എന്തെങ്കിലും കുടിക്കാനായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ദാഹത്തിന് വേണ്ടി ഞാൻ കുടിച്ച സോഡ നാരങ്ങ വെള്ളമാണ്. എന്റെ പൊന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ദാഹം വരുമ്പോൾ ഇത് കുടിക്കുക. തിരിച്ച് പള്ളിയിലെത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പള്ളിയുടെ താഴെ ഒരു മാങ്ങാമരം നിപ്പോണ്ട്. പിന്നെന്തോ നോക്കിയില്ല, ഒരു മാങ്ങ പറിക്കാന്ന് വിചാരിച്ചു. ഞാനും മനുവും കൂടെ നേരെ മാങ്ങ പറിച്ചു. എന്നിട്ട് ചെറിയൊരു നൈഫ് സംഘടിപ്പിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഞങ്ങൾ നൈസിന് മാങ്ങ അടിച്ചു. എന്റെ പൊന്നു ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ പള്ളി കയറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ബ്രേക്ക് കിട്ടി. ആ ബ്രേക്കിന് വെളിയിറങ്ങി. അപ്പോഴാണ് ഞാൻ ജോബിലേസിനെ കാണും. ജോബിലേസിനോട് കുറെ നേരം സംസാരിച്ചു. പുള്ളിയാണെങ്കിൽ ഗൾഫിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പള്ളി കയറിയപ്പോൾ കുമ്പിടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുമ്പിട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയി. ഈ വട്ടം ഞങ്ങളൊരു പുതിയ കടയിലാണ് പോയത്. ഇത് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിനു ആണ് കേട്ടോ. ഞങ്ങളവിടെ പോയി നോർമലായിട്ട് ഉപ്പിട്ട സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ആണെങ്കിൽ ദാഹമുക്തി എന്ന് പറയുന്ന സാധനമാണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, അത് 50 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ കയ്പുനീര് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഞാൻ കയ്പുനീരും കൂടെ കുടിച്ചു. കുറച്ചും കൂടി മധുരമില്ലാത്ത പായസം പോലെ. അങ്ങനെ ഇന്നത്തെ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സാധനം വരുന്നത്, ദുഃഖവെള്ളിക്ക് കിട്ടുന്ന കഞ്ഞി. ഇത് കുടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്ന പാത്രമാണെങ്കിൽ നമുക്ക് കൈ കൊള്ളും. അങ്ങനെ ഞാനാണെങ്കിൽ എന്റെ സ്പെഷ്യൽ സ്പൂണുമായിട്ട് ഞാനിരുന്ന് കഴിക്കുവാണ് കേട്ടോ. എനിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഇങ്ങനെ സ്പൂൺ. ഇന്നലെ ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. ഓ, ഞാൻ കണ്ടില്ല. എന്തായി? മറ്റേ അങ്ങനെ ഇന്നത്തെ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. സോ ഇന്നെന്ന് പറയുമ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. കുറെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ട് കുറെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.